ശ്രീ ശുകബ്രഹ്മർഷിയുടെ തപോഭൂമിയായ ശുകപുരം 96 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു അതിരാത്രത്തിനു കൂടി വേദിയാവുകയാണ്. ലോകഗുരുവായ ദക്ഷിണാമൂർത്തി ശുകമഹർഷിക്ക് ഇവിടെ വെച്ചാണ് ജ്ഞാനോപദേശം നൽകിയതെന്നും അങ്ങനെ പരശുരാമ കേരളത്തിൽ ചൊവ്വരം എന്നറിയപ്പെട്ടിരുന്ന ഈ ഗ്രാമം പിന്നീട് ശുകപുരം എന്ന പേരിൽ പ്രശസ്തമായി എന്നുമാണ് ഐതിഹ്യം. ദക്ഷിണ ഭാരതത്തിലെ ഏക ദക്ഷിണാമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശുകപുരത്താണ്. തപസ്സിരിക്കുന്ന ദക്ഷിണാമൂർത്തിയെയാണ് ഭക്തർ ലോകഗുരുവായി ആരാധിക്കുന്നത്. ശ്രൗതസ്മാർത്ഥ കർമ്മങ്ങളുടെയും അധീശ്വരനാണ് ദക്ഷിണാമൂർത്തി. അതുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന ഏത് ശ്രൗതകർമ്മങ്ങൾക്ക് മുൻപും ദക്ഷിണാമൂർത്തിയെ ആരാധിച്ച് അനുഗ്രഹം നേടേണ്ടത് അനിവാര്യമാണ്. ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിന് ഒരു വിളിപ്പാടകലെയാണ് കുളങ്കര ക്ഷേത്രം. വടക്കൻ കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ഭഗവതി ക്ഷേത്രം. ഭക്തരുടെ ആശ്രയ ചൈതന്യമായി നിലകൊള്ളുന്ന കുളങ്കര ഭഗവതിയാണ് ശുകപുരം ദേശത്തിന്റെ തട്ടകത്തമ്മ. ഈ ക്ഷേത്രങ്ങളുടെ സാമീപ്യം യാഗഭൂമിക്ക് പുണ്യം ചുരിയുന്നു. കേരളത്തിൽ 32 ബ്രാഹ്മണ ഗ്രാമങ്ങളാണുള്ളതെങ്കിലും ഇതിൽ ശുകപുരം, പന്നിയൂർ, പെരുവനം, ഇരിങ്ങാലക്കുട എന്നീ വേദഗ്രാമങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. ഇതിൽ ശ്രൗതകർമ്മങ്ങളാൽ സമൃദ്ധമായിരുന്നു പന്നിയൂരിന്റെ ഭൂതകാലം. കേരളോൽപ്പത്തിയോളം പഴക്കമുള്ള പന്നിയൂർ ക്ഷേത്ര പരിസരത്ത് 1000 ഇല്ലങ്ങളുണ്ടായിരുന്നു. ഇവർ വർഷാവർഷം ക്ഷേത്ര പരിസരത്ത് ഒത്തുചേർന്നിരുന്നു. ഇവരാണ് പന്നിയൂർ 1000. ലക്ഷ്യത്തിലും മാർഗത്തിലും ത്യാഗം മാത്രം നിറഞ്ഞു നിൽക്കുന്ന യജ്ഞസംസ്കാരം നിലനിർത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചവരായിരുന്നു ഇവർ. രാജകോപത്തിന്റെ ഫലമായോ അതോ കൂറുമത്സരം കൊണ്ടോ പിന്നീട് പന്നിയൂരിന്റെ ചൈതന്യം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. ശതകങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം 2007 നടന്ന പന്നിയൂർ സോമയാഗത്തിലൂടെ തപശക്തിയുടെയും വേദസമ്പത്തിന്റെയും നിറദീപമായിരുന്ന അപ്പത്തടീരിയുടെ പ്രവചനം യാഥാർത്ഥ്യമാക്കി പന്നിയൂർ ക്ഷേത്രവും പന്നിയൂർ ഗ്രാമവും യശസ്സിന്റെ പടവുകൾ കീഴടക്കി. പിന്നീട് 2013 ശുകപുരത്ത് വെച്ച് നടന്ന അഗ്നിഷ്ഠോമ സോമയാഗത്തിലൂടെയാണ് പന്നിയൂർ ഗ്രാമക്കാരനും സാമവേദിയുമായ പനമണ്ണ കാവുംപുറത്ത് വാസുദേവൻ അടിതിരിപ്പാടിന് യജമാനസ്ഥാനം നൽകി സോമയാജിയായി അവരോധിച്ചത്. ഇപ്പോൾ ഒന്നുകിൽ ദേവഹിതമാകാം, അല്ലെങ്കിൽ കാലത്തിന്റെ നിയോഗമാവാം. ശുകപുരം ഒരിക്കൽ കൂടി യാഗവസന്തത്തിന്റെ പൊന്മുദ്രകൾ അണിയുകയാണ്. അതും ഇരിങ്ങാലക്കുട, ശുകപുരം, പന്നിയൂർ എന്നീ വേദഗ്രാമശ്രേഷ്ഠ പുരോഹിതരുടെ സംയുക്ത സാന്നിധ്യത്തിൽ അനുഷ്ഠിക്കുന്ന ശുകപുരം സാഗ്നികം അതിരാത്രമെന്ന യജ്ഞ സമർപ്പണത്തിലൂടെ. വിളംബര ഘോഷയാത്രയില് മുന്നോട്ട് കടന്നു വരുന്നു. ചാലപ്പൊളി എഴുതിയ വനിതകളും സിനിമാ സംവിധായകൻ ജയരാജും ഏവരും പങ്കാളികളാകണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. അതിരാത്രശാലയിലേക്ക് ആവശ്യമായ സോമരത, കൃഷ്ണാജിനും യജ്ഞോപകരണങ്ങൾ എന്നിവയടക്കം സിനിമാ സംവിധായകൻ ജയരാജ് ഉൾപ്പെടെയുള്ളവർ അണിനിരന്നുകൊണ്ടുള്ള ഘോഷയാത്രയിൽ അണിനിരന്നുകൊണ്ട് അതിരാത്ര ഭൂമിയിലേക്ക് കടന്നു വരികയാണ്.
പ്രീയമാണം വിപശ്ചിതം വിതരം ഭക്വാനാം മേളിം അനന്തം ചിത്രോപസ്ഥേതം ക്രോധജീവിവൃതം ജീവിശാന്തവാഗ്നാ ശാന്തകാമേ ശാന്താശ്ചം ശമയൂ അന്തരിക്ഷം ശാന്തം തദ്വായുനാ ശാന്തം തന്മേ ശാന്തം ശമയൂ. ഇവിടെ എത്തിച്ചേർന്ന സാമൂഹിക രാജാവിന് ഞാൻ എൻ്റെ ആദരം സമർപ്പിച്ചുകൊണ്ട് മഹ്യം വേദാം പ്രജ്ഞാം പ്രയത്നം ഇതിൻ്റെ എല്ലാ സംഘാടകയിൽപ്പെട്ട എല്ലാവരും ഇങ്ങനൊരു പരിപാടി നടത്താൻ തയ്യാറായതിൽ എനിക്ക് വേറെ ആർക്കും ഇല്ലാത്ത അകൈതവമായിട്ടുള്ള ഒരു നന്ദി ആദ്യം പറയുന്നു. വരാഹമൂർത്തയെ കുളങ്കരം മേശൻ ഗുരുനാഥന്മാർക്കും സജ്ജനങ്ങൾക്കും നമസ്കാരം. ഗംഭീരമായ ഒരു ഘോഷയാത്ര ദക്ഷിണാമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ട് വളരെ ഗംഭീരമായി നടന്നു വരുന്നു. ഭാരതീയ സംസ്കാരത്തിൽ വേദകാലഘട്ടത്തിലെ പരമപ്രധാനമായ ഉപാസനാ സമ്പ്രദായങ്ങളാണ് യാഗങ്ങൾ അഥവാ യജ്ഞങ്ങൾ. വൈദിക യജ്ഞങ്ങളിൽ പ്രാധാന്യമേറിയത് സോമയാഗമാണ്. അഗ്നിഷ്ടോമം, അത്യഗ്നിഷ്ടോമം, ഉക്ത്യം, ഷോഡശി, വാജ്പേയം, അതിരാത്രം, അപ്തോര്യാമം എന്നീ 7 സോമസംസ്ഥകളിൽ കേരളത്തിൽ പ്രധാനമായും ആചരിച്ചു വരുന്നത് അഗ്നിഷ്ടോമ സോമയാഗവും അതിരാത്രവുമാണ്. അഗ്നിഷ്ടോമം, ഉക്ത്യം, ഷോഡശി എന്നിവ ഉൾച്ചേരുന്നതാണ് അതിരാത്രം. അതിരാത്രം അഗ്നിചയനത്തോടു കൂടിയാകുമ്പോൾ സാത്നികം അതിരാത്രമാവുന്നു. 1000 ഇഷ്ടിക കൊണ്ട് 5 നിലകളിലായി പറന്നുയരാൻ ചിറക് വിരിക്കുന്ന ഗരുഡാകൃതിയിൽ ചിതി നിർമ്മിക്കുന്നു. ഇങ്ങനെ പടുത്തുയർത്തുന്ന സ്ഥലം കൃഷ്ണയജുർവേദ വിധിപ്രകാരം അഗ്നി എന്നറിയപ്പെടുന്നു. ഈ അഗ്നിയിലാണ് സോമപശ്യാജ ചരുപുരോടാശാദി ഹവിസുകൾ ഹോമിക്കപ്പെടുന്നത്. 12 ദിവസം നീണ്ടു നിൽക്കുന്ന അതിരാത്ര യജ്ഞത്തിന്റെ ക്രിയകൾ 5 ഖണ്ഡങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ആദ്യ 3 ദിനങ്ങൾ ദീക്ഷാഹസ്സുകളും തുടർന്നുള്ള 6 ദിവസം ഉപസദ്ദിനങ്ങളുമാണ്. 4 മുതൽ 8 വരെയുള്ള 5 ദിവസങ്ങളിലാണ് ഗരുഡചിതിയുടെ ഓരോ നിലയും പടുക്കുന്നത്. 9-ാം ദിവസം ചിതിക്ക് മേൽ അഗ്നി നിദാനം ചെയ്യും. 10-ാം ദിവസം മുതൽ സോമാഹൂതിയും സ്തുതിശസ്ത്രങ്ങളും മറ്റു ക്രിയകളും ഇടവേളകളില്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ രാത്രിയെ അതിക്രമിച്ചുകൊണ്ടുപോലും അനുഷ്ഠിക്കുന്ന ഏറെ സങ്കീർണവും സമയബന്ധിതവും പരമപ്രധാനവുമായ കർമ്മമാണ് അതിരാത്രം.
പ്രപഞ്ച ഐശ്വര്യത്തിനായി യജ്ഞം ചെയ്യുന്ന ആളാണ് യജമാനൻ, അഥവാ യജിക്കുന്ന വ്യക്തിയെയാണ് യജമാനൻ എന്ന് വിളിക്കുന്നത്. അഗ്ന്യാധാനം അഥവാ ആധാനം ചെയ്യുന്ന വൈദികനെ അടിതിരിപ്പാടെന്നും, അഗ്നിഷ്ടോമം അഥവാ സോമയാഗം ചെയ്യുന്ന അടിതിരിപ്പാടിനെ സോമയാജിപ്പാടെന്നും, അതിരാത്രം അഥവാ അഗ്നി ചെയ്യുന്ന സോമയാജിപ്പാടിനെ അക്കിത്തിരിപ്പാടെന്നുമാണ് സംബോധന ചെയ്യുന്നത്. സഭാര്യനായ ഗൃഹസ്ഥന് മാത്രമേ യാഗത്തിന് അധികാരമുള്ളൂ. യജമാനനെ ബാധിക്കുന്ന എല്ലാ കർമ്മങ്ങളും പത്നിയെയും ബാധിക്കും. യജമാനൻ ദീക്ഷ തുടങ്ങുന്നതോടെ പത്നിയും ആരംഭിക്കുന്ന ദീക്ഷ യാഗാവസാനം അവഭൃത സ്നാനത്തോടെയാണ് അവസാനിക്കുന്നത്. യാഗശാലയിലെ ഏക സ്ത്രീ പ്രാതിനിധ്യമാണ് യജമാന പത്നി. യാഗത്തിൽ യജമാനന്റെ നിഴൽ പോലെ എപ്പോഴും കൂടെ നിൽക്കുന്ന യജമാന പത്നി പത്തനാടി എന്നാണ് അറിയപ്പെടുന്നത്. യജമാനനോളം പ്രാധാന്യമുള്ളവരാണ് ഋത്വിക്കുകൾ. യാഗത്തിൽ യജമാനനെ സഹായിക്കുന്ന കാർമ്മികരാണിവർ. ഇവരെ 4 ആയി തരംതിരിച്ചിരിക്കുന്നു: അധ്വരുഗണം, ഹോതൃഗണം, ഉദ്ഗാതൃഗണം, ബ്രഹ്മഗണം എന്നിങ്ങനെ. ഈ 4 ഗണങ്ങളിൽ ഒരു പ്രധാന ഹൃത്തിക്കും 3 സഹഹൃത്തിക്കുകളുമാണുള്ളത്. അധ്വരുഗണത്തിൽ അധ്വരുവും സഹായികളായി പ്രതിപ്രസ്ഥാദൻ, നേഷ്ടൻ, ഉന്നേതൻ എന്നിവരും,
ബ്രഹ്മഗണത്തിൽ ബ്രഹ്മൻ, സഹായികളായി ബ്രാഹ്മണാചംസി, അഗ്നിദ്രൻ, പോതൻ എന്നിവരും, ഹോതൃഗണത്തിൽ ഹോതൻ, മൈത്രാവരുണൻ, അച്ചാവാകൻ, ഗ്രാവസ്തോതൻ എന്നിവരും, ഉദ്ഗാതൃഗണത്തിൽ ഉദ്ഗാതൻ, പ്രസ്തോതൻ, പ്രതിഹാരി, സുബ്രഹ്മണ്യൻ എന്നിവരുമാണുള്ളത്. ഇതിനു പുറമെ 4 ഗണങ്ങളുടെയും മേൽനോട്ടത്തിനായി സദസ്യൻ എന്ന പണ്ഡിതനെയും നിയോഗിച്ചിരിക്കുന്നു. അതിരാത്രത്തിലെ 1-ാം ദിവസം നടക്കുന്ന പ്രധാന ചടങ്ങ് ദണ്ഡമളക്കലാണ്. പത്നി സമേതനായി യാഗശാലയിൽ പ്രവേശിച്ചു കഴിഞ്ഞ യജമാനൻ മന്ത്രപൂർവം ബാഹ്യ ആന്തരിക ശുദ്ധി ചെയ്യുന്നു. ഇതിനുശേഷം ഗണപതിക്ക് നിവേദിച്ച് ദാനാദി പ്രായശ്ചിത്തങ്ങൾക്ക് ശേഷം എഴുന്നേറ്റ് നിൽക്കും. അതിരാത്രത്തിലെ പ്രധാന അളവുകോലാണ് ദണ്ഡം. യജമാനൻ കാലുകൾ ചേർത്തുവെച്ച് കൈകൾ തലയ്ക്ക് മുകളിൽ തൊഴുത് പരമാവധി ഉയർന്നു നിൽക്കും. ഈ ഉയരം ഒരു മുളവടിയിൽ രേഖപ്പെടുത്തുന്നു. ഈ അളവുകോലിൽ നിന്നും കാൽമുട്ട്, അര, കഴുത്ത് എന്നീ ഉയരങ്ങൾ അംശിച്ചെടുക്കും. ഈ അളവുകൾ ആസ്പദമാക്കിയാണ് യാഗശാലയും ചിതിയും നിർമ്മിക്കുന്നത്. ഋത്തിക്കുകളെയും രക്ഷാപുരുഷനെയും ക്ഷണിക്കുന്ന ചടങ്ങാണ് ലൗകിക വരണം. ഓരോ ഋത്തിക്കിനും യജമാനൻ ദക്ഷിണ നൽകി യജ്ഞം വിധിയാവണ്ണം നടത്തി തരുവാൻ അപേക്ഷിക്കുന്നു. അതിരാത്രത്തിൽ അഗ്നി കെടാതെ സൂക്ഷിക്കാനുള്ള പ്രത്യേക മൺപാത്രങ്ങളാണ് ഉഖകൾ. അഗ്നിഹോത്രശാലയ്ക്ക് വെളിയിൽ ശമ്യ എന്ന ഒരു ചാൺ നീളമുള്ള കരിങ്ങാലി മുട്ടി കിഴക്കോട്ടെറിയുന്നു. ശമ്യ പതിക്കുന്ന മണ്ണിൽ കുതിരയുടെ വലങ്കാൽ ചവിട്ടി വെള്ളം വീഴ്ത്തി സ്വർണം വെച്ച് ഹോമം നടത്തി ഈ മണ്ണ് മാൻതോലിലാക്കി താമരയില കൊണ്ട് മൂടി ശാലയുടെ വടക്ക് ഭാഗത്ത് എത്തിക്കുന്നു. ഈ മണ്ണ് ഉപയോഗിച്ചാണ് പ്രതിപ്രസ്ഥാദൻ ഉഖകൾ നിർമ്മിക്കുന്നത്. ഇവ വലിയ കുട്ടകളിലാക്കി ശാലയിൽ സൂക്ഷിക്കുന്നതാണ് ഉഖാസംഭാരം. പിന്നീടാണ് വായവ്യം പശു. അഗ്നിക്ക് ചൈതന്യം നൽകുന്ന വായുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മമാണ് ഇത്. വായുവാണ് ഈ ഇഷ്ടിയുടെ പ്രധാന ദേവത. ഇതിനുശേഷം യൂപം മന്ത്രപൂർവം സ്ഥാപിക്കുന്നു. യജ്ഞമൃഗത്തെ കെട്ടാനാണിത്. പിന്നെ യജ്ഞവേദിയുടെ അതിർത്തി രേഖപ്പെടുത്തലാണ്. പ്രത്യക്ഷമായി യജ്ഞവേദി ഉണ്ടെങ്കിലും ക്രിയാഭാഗമായി അധുരു അളന്നു തിട്ടപ്പെടുത്തുന്നു എന്നാണ് സങ്കല്പം. അരണി, കൃഷ്ണാജിനം, സോമലത എന്നിവയോടെ പത്നി സമേതനായി യജമാനനും ഹൃത്തിക്കുകളും മംഗലസൂക്തം ജപിച്ച് അഗ്നിഹോത്രശാലയിലെത്തി അരണി കടഞ്ഞ് അഗ്നി ഉണ്ടാക്കുന്നു. ഈ ത്രേതാഗ്നിയാണ് 3 അഗ്നികുണ്ഡങ്ങളിൽ വിഹരിക്കുന്നത്. പിന്നീട് ഹോതൃഹോമമാണ്. ദീക്ഷിതനാകുന്ന ആൾ സപ്തഹോതങ്ങളെ സങ്കല്പിച്ച് ആഹവനീയാഗ്നിയിൽ ചെയ്യുന്ന ഹോമമാണ് ഹോതൃഹോമം. തുടർന്ന് യജമാനനെ ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷിക്കാനായി കൂസ്മാണ്ഡ ഹോമവും ചെയ്യുന്നു. ഇതോടെ സാമാന്യമായ യാതൊരു മുടക്കവും യാഗത്തിന് ബാധകമല്ലാതാവുന്നു. ദീക്ഷിണി യഷ്ടി ആരംഭിക്കുകയാണ്.
പത്നി യജമാനന്മാർ ദീക്ഷ സ്വീകരിക്കുന്നതിന് മുന്നോടിയായി ചെയ്യുന്ന കർമ്മമാണിത്. അഗ്നാവിഷ്ണു, അദീതി, അഗ്നിവൈശ്വാനരൻ എന്നീ ദേവതകൾക്കാണ് ഈ ഇഷ്ടി നടത്തുന്നത്. ഇതോടെ യജമാനനും പത്നിയും ദീക്ഷിതരാകുവാൻ യോഗ്യത നേടിക്കഴിഞ്ഞു. യജമാനൻ ഉഷ്ണീയം എന്ന ശിരോവസ്ത്രമണിഞ്ഞ് ദണ്ഡ് സ്വീകരിക്കുന്നു. 21 പുളകമുള്ള രുക്മം എന്ന സ്വർണ്ണശകലം കഴുത്തിലണിയുന്നു. ഒപ്പം ഉക്കവച്ച ഉറിയുടെ കയറും കഴുത്തിലിടുന്നു. പിന്നെ കൃഷ്ണാഞ്ജനം കഴുത്തിലിട്ട് എഴുന്നേറ്റ് നിന്ന് ഉറിയുടെ കയറുമായി കിഴക്കോട്ട് 3 അടി വയ്ക്കുന്നു. വിഷ്ണുക്രമണം എന്നാണ് ഈ ക്രിയയുടെ പേര്. വ്രതനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ദീക്ഷിതോസി എന്ന പ്രൈഷം യജമാനന്റെ മാതൃഭാഷയിൽ പ്രൈഷാർത്ഥം ചൊല്ലി ബോധ്യപ്പെടുത്തുന്നതോടെ യജമാനൻ ദീക്ഷിതനായി. ഇനി യാഗാവസാനം വരെ കർശനമായ വ്രതനിഷ്ഠയുടെ നാളുകളാണ്. വ്രതദോഹത്തിലൂടെ കൊണ്ടുവന്ന പാലാണ് വ്രതത്തിന്റെ ഭാഗമായി പത്നി യജമാനന്മാർ പാനം ചെയ്യുന്നത്. യജമാനന് വേണ്ട പാൽ അധുരുവും പത്നിക്ക് വേണ്ട പാൽ പ്രതിപ്രസ്ഥാദനുമാണ് തയ്യാറാക്കുന്നത്. പ്രവർഗ്യം എന്ന ക്രിയയ്ക്ക് ആവശ്യമുള്ള മണ്ണുകൊണ്ടുള്ള ഉപകരണങ്ങൾ മന്ത്രപൂർവ്വം ഉണ്ടാക്കിയെടുക്കലാണ് പ്രവർഗ്യ സംഭാരം. ശക്തമായ ചൂടിനെ അതിജീവിക്കാൻ ആട്ടിൻ രോമവും ഇരുമ്പു തരികളും ചേർന്ന കളിമണ്ണ് പാലിൽ കുഴച്ചെടുത്താണ് മൺപാത്രങ്ങളും മറ്റും ഉണ്ടാക്കുന്നത്. അധുരിവും പ്രതിപ്രസാദനും ചേർന്നാണ് പ്രവർഗ്യത്തിന് വേണ്ട മഹാവീരവും പിന്വനം എന്ന മൺതവിയും നിർമ്മിക്കുന്നത്. യജമാനന്റെ വിഷ്ണുക്രമണത്തിനും വാത്സപ്രോപസ്ഥാനത്തിനും ശേഷമാണ് യൂപഗ്രഹണം എന്ന യൂപം കൊള്ളൽ. യാഗത്തിനു വേണ്ടതായ തൂണ് അഥവാ യൂപം പ്രതീകാത്മകമായി വെട്ടിക്കൊണ്ടുവന്ന് അളന്നു മുറിച്ച് ചെത്തിയൊരുക്കുന്നു. പ്ലാശ്, കൂവളം, കരിങ്ങാലി ഇവയാണ് യൂപയോഗ്യമായ വൃക്ഷങ്ങൾ. യൂപം 9 അരഗ്നി നീളത്തിൽ മുറിച്ചെടുക്കുന്നു. യജമാനന്റെ ഉയരത്തിൽ 4/1 ഒരരഗ്നി. 8 കോണോടെ ചെത്തിമിനുക്കുന്ന യൂപം വെള്ളത്തിൽ കഴുകി മന്ത്രപൂർവം നെയ്യ് പുരട്ടി വെക്കുന്നു. ഈ യൂപത്തിലാണ് പിന്നീട് യജ്ഞമൃഗത്തെ കെട്ടുന്നത്. കൊടിമരം പോലെ ഉയർന്നു നിൽക്കുന്ന യൂപം യാഗശാലയിലെ ചൈതന്യം അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കാനുള്ള പ്രസരണിയായാണ് കണക്കാക്കുന്നത്. യൂപത്തിൽ ചുറ്റിയ പുൽക്കയറിൽ സ്വരു എന്ന മരക്കഷ്ണം തിരികെ വയ്ക്കുന്നതോടെ യൂപത്തിന് വജ്രായുധ ശക്തി ലഭിക്കുന്നു എന്നതാണ് വിശ്വാസം. ഇതിനുശേഷമാണ് ദേവയജനാധ്യാവസാനം. പത്നി യജമാനന്മാർ അഗ്നിഹോത്രശാലയ്ക്ക് പുറത്തു കടന്ന് തനിക്ക് സഞ്ചരിക്കാനും യജിക്കാനും വേണ്ടതായ സ്ഥലം സങ്കല്പിക്കുന്നതാണ് ഈ ക്രിയ. ഇതിനുശേഷം ഏത് രീതിയിലുള്ള ചിതിയാണ് നിർമ്മിക്കുന്നതെന്ന് അനുമാനിക്കുന്ന ആകൃതി സങ്കല്പം. സ്വർഗകാമ ശേനചിതം ചേഷി, ഞാൻ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് ശേനചിതിയെ പടുക്കാൻ പോകുന്നു എന്ന പ്രാർത്ഥനയോടെയാണ് യജമാനൻ ഈ ക്രിയ ചെയ്യുന്നത്. യാഗത്തിനുള്ള ചിതിക്ക് ശേനം, കങ്കം, ദ്രോണം തുടങ്ങി 13 തരം ആകൃതിയും ഫലങ്ങളും വിധിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ശേനചിതിയാണ് നിലവിലുള്ളത്.
ശയനച്യുതി തന്നെ 3 വിധമുണ്ട്: പീഠൻ, പഞ്ചപത്രിക, ഷഡ്പത്രിക. വൈദിക പാരമ്പര്യമനുസരിച്ച് മന്ത്രോച്ചാരണ വ്യത്യാസങ്ങൾക്ക് പുറമെ അതിരാത്രത്തിലെ പ്രധാന ക്രിയാഭാഗമായ ശയനച്യുതി പടവിലും വ്യത്യാസമുണ്ട്. ഗരുഡ രൂപത്തിൽ 5 ചിറകരികുകളോടെയുള്ള പഞ്ചപത്രിക ചിതിയാണ് ശുകുപുരം അതിരാത്രത്തിൽ നിർമ്മിക്കുന്നത്. അധുരു മഹാവേദിക്ക് വേണ്ടിയുള്ള സ്ഥലം അഥവാ ക്ഷേത്രം അളന്ന് തിട്ടപ്പെടുത്തുന്നു. 5 അരഗ്നി നീളമുള്ള മുളന്തണ്ട് ഉപയോഗിച്ചാണ് അളക്കുന്നത്. അളവുകൾ മണ്ണിൽ രേഖപ്പെടുത്തുന്നത് സ്ഥ്യം എന്ന മരക്കത്തി കൊണ്ടും. ഇങ്ങനെ സദസ്സും ഹവിർദാനവും ഉത്തരവേദിയും ചേർന്നുള്ള മഹാവേദി അളന്നു കുറ്റിയടിച്ച് കയർ കെട്ടി വേർതിരിക്കുന്നു. ഇതിൽ കിഴക്കേ അറ്റത്തുള്ള ഉത്തരവേദിയിലാണ് ശയനച്യുതി എന്നറിയപ്പെടുന്ന ഗരുഡവേദി തയ്യാറാക്കുന്നത്. അതിരാത്രത്തിൽ ഉപസദ്ദിനങ്ങൾ ആരംഭിക്കുന്നത് 4-ാം നാൾ മുതലാണ്. പുലർച്ചയ്ക്ക് മുൻപ് തന്നെ ക്രിയകൾ ആരംഭിക്കുന്നു. ആഹവനീയം എന്ന ഹോമകുണ്ഠം പൊളിച്ച് യഥാസ്ഥാനത്ത് ഗാർഹപത്യം ചിതി നിർമ്മിക്കുന്നു. ഒരു വരിയിൽ 21 ഇഷ്ടിക വീതം 5 നിലകളിൽ 105 ഇഷ്ടികകൾ കൊണ്ടാണ് ഇത് പടുത്തുയർത്തുന്നത്. ഇഷ്ടികോപധാനം ചെയ്യുമ്പോൾ കിഴക്ക് ഭാഗത്ത് വെളുത്ത കുതിരയെയും കറുത്ത കുതിരയെയും കെട്ടിയിരിക്കുന്നു. വെളുത്ത കുതിരയെ തഴുകിയ കൈകൊണ്ടാണ് അധരു പടവ് നിർവഹിക്കുന്നത്. അതുപോലെ കറുത്ത കുതിരയെ തൊട്ട് മന്ത്രപൂർവം മണലിട്ട് ഇഷ്ടികകളുടെ വിടവുകൾ അടയ്ക്കുന്നു. ഇതിനുശേഷം അധരു ഉഖ്യാഗ്നിയും പ്രതിപ്രസ്ഥാദൻ മുൻപ് കോരിവെച്ച ആഹവനിയാഗ്നിയും മന്ത്രം ചൊല്ലി യോജിപ്പിക്കുന്നു. ഈ ഗാർഹപത്യാഗ്നിയിലാണ് പത്യാസ്വസ്തി, അഗ്നി, സോമൻ, സവിതാവ്, അദീതി എന്നീ ദേവതകൾക്കായി പ്രായണീയേഷ്ടി നടക്കുന്നത്. സങ്കടങ്ങളുരുണ്ടുകൂടിയ കണ്ഠമാമുകിൽ പേകിലോ ശങ്കയാകിയ കാറ്റിനാലിടറുന്ന വാങ്മയമുത്തുകൾ ിയൻ ദീനമീനങ്ങൾ കൊത്തിക്കീറുന്നെൻ കഷ്ടമയ്യോ സാരത്തെ തേടിടുന്നോരൊരു പൊഴുതുമഹോ നിന്നെയല്ലാതൊരന്യാകാരത്തെ കണ്ടിടുന്നില്ല മധുര സമുദ്രോത്ഭവേ ഭൂർഭുവസ്വ
സോമക്രയമാണ് അടുത്തത്. അതിനു മുൻപ് പദം എന്ന ചെറിയ ഒരു ക്രിയ കൂടിയുണ്ട്. സോമക്രയണി എന്ന ഒരു പശുക്കുട്ടിയെ തെക്ക് നിന്നും വടക്കോട്ട് ഓടിക്കും. പശുക്കുട്ടി 7ാമത്തെ പദം വെക്കുന്നിടത്ത് സ്വർണം വെച്ച് നെയ്യ് ഹോമിക്കുന്നു. പിന്നീട് അവിടെ നിന്നും കുഴിച്ചെടുക്കുന്ന മണ്ണും സോമക്രയണിയുടെ കാൽക്കുളമ്പിലെ മണ്ണും ശേഖരിച്ച് യജമാന പത്നി സൂക്ഷിച്ചു വെക്കും. ഈ മണ്ണാണ് 9ാം ദിവസം സോമവണ്ടിയുടെ ചക്രത്തിന് അയവ് നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. യാഗത്തിലെ പ്രധാന ദ്രവ്യമാണ് സോമലത. ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾക്കനുസരിച്ച് ഇലകൾ വിടരുകയും കൊഴിയുകയും ചെയ്യുന്ന അപൂർവ ഔഷധ സസ്യമാണ് സോമലത. ഔഷധീനാം പതി സോമ. ചന്ദ്രന്റെ ഭൂമിയിലെ പ്രതിനിധിയായ സോമലത യാഗത്തിലെ രാജനായാണ് അറിയപ്പെടുന്നത്. സോമലത ശേഖരിച്ച് യാഗശാലയിൽ എത്തിക്കാൻ ദേവേന്ദ്രനാൽ നിയോഗിതരാണ് കൊല്ലങ്കോട് രാജാക്കന്മാർ. ഇവരുടെ പ്രതിനിധിയായി കോഫ്സൻ എന്ന തമിഴ് ബ്രാഹ്മണനാണ് സോമലത യാഗശാലയിൽ എത്തിക്കുന്നത്. ഈ സോമലതയുടെ ഗുണമേന്മ ഉറപ്പുവരുത്തി സ്വർണം, വസ്ത്രം, ആട് എന്നിവ പ്രതിഫലമായി നൽകി യജമാനന് വേണ്ടി അധ്വരു കൈപ്പറ്റും. കാളകളെ പൂട്ടിയ രഥത്തിൽ യാഗശാലയിൽ എത്തിക്കുന്ന സോമലതയെ അതിഥിയെപ്പോലെ ആനയിച്ച് രാജാ ആസന്തിമേൽ പ്രതിഷ്ഠിച്ച് അതിഥേഷ്ടി ചെയ്യുന്നു. യാഗത്തിൽ ഏർപ്പെടുന്ന ഹൃത്തിക്കുകൾ പരസ്പരം കലഹിക്കാതെ യാഗാവസാനം വരെ ഒരേ മനസ്സായി പ്രവർത്തിച്ചു കൊള്ളാമെന്ന് താനൂനത്രം എന്ന നെയ്യിൽ തൊട്ട് സത്യം ചെയ്ത് സഖ്യം ചേരുന്നു. സാമവേദികളായ ഹൃത്തിക്കുകൾ ഒഴിച്ച് മറ്റെല്ലാവരും പങ്കുചേരും. ഈ സഖ്യം അവസാനിക്കുന്നത് 12ാം ദിവസം നടക്കുന്ന സഖ്യവിസർഗ്യത്തിലാണ്. സോമലതയെ പുഷ്ടിപ്പെടുത്തുന്ന ചടങ്ങാണ് സോമാപ്യായനം. സോമാപ്യായനത്തിൽ സാമവേദികൾ ഒഴികെ എല്ലാ ഹൃത്തിക്കുകളും വെള്ളം തൊട്ട് നനവൂറുന്ന വിരലുകൾ സോമലതയിൽ വെച്ച് മന്ത്രം ചൊല്ലുന്നു. ഈ നനവ് ആഗിരണം ചെയ്യുന്നതുകൊണ്ട് സോമലത വാടാതിരിക്കും. ഉപസദ്ദിനങ്ങളിൽ 2 നേരവും സോമാപ്യായനം ആവർത്തിക്കും. പ്രവർഗ്യമാണ്. യാഗത്തിലെ പ്രധാന ക്രിയയാണ് പ്രവർഗ്യം. പ്രവർഗ്യ സംഭാരത്തിലൂടെ അധ്വര്യവും പ്രതിപ്രസ്ഥാദനം ചേർന്ന് ക്രിയാംഗമായി നിർമ്മിച്ച മഹാവീരം എന്ന മൺപാത്രത്തിലെ നെയ്യ് ഹൃത്തികുകൾ കൃഷ്ണമൃഗത്തോലെ ഘടിപ്പിച്ചുള്ള മുളവടി കൊണ്ട് പ്രദക്ഷിണം ചെയ്ത് വീശി കത്തിക്കുന്നു. ഇങ്ങനെ കത്തിക്കുന്ന നെയ്യിലേക്ക് കറന്നെടുക്കുന്ന പശുവിൻ പാലും ആട്ടിൻപാലും പിന്നുനം എന്ന മൺതവി കൊണ്ട് പകരുന്നു. അപ്പോൾ ശക്തമായ സ്ഫോടനത്തോടെ ഒരു അഗ്നിഗോളം
അന്തരീക്ഷത്തിലേക്ക് ഉയരും. ഇതാണ് പ്രവർഗ്യം. പ്രവർഗ്യത്തിന്റെ തുടക്കത്തിൽ പ്രസ്തോതൻ പൂർവശാന്തി മന്ത്രവും അവസാനം ഉത്തരശാന്തി മന്ത്രവും ജപിക്കേണ്ടതുണ്ട്. തീക്ഷ്ണ സ്വഭാവമുള്ള പ്രവർഗ്യം യജമാന പത്നി അടക്കമുള്ള സ്ത്രീകൾ കാണരുതെന്നാണ് യാഗവിധി. യജ്ഞത്തിൽ പ്രവർഗ്യം ശിരസും ഉപസത്ത് കഴുത്തുമാണെന്നാണ് സങ്കല്പം. കൂടാതെ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്ന ക്രിയയായും പ്രവർഗ്യത്തെ കണക്കാക്കുന്നു. പ്രവർഗ്യത്തിനു ശേഷം സുബ്രഹ്മണ്യാഹ്വാനമാണ്. സോമാപാനത്തിന് ഇന്ദ്രനോടുള്ള സുബ്രഹ്മണ്യൻ എന്ന ഹൃത്തിക്കിന്റെ പ്രാർത്ഥനയാണ് സുബ്രഹ്മണ്യാഹ്വാനം. ശാലയ്ക്ക് പുറത്തു വെച്ച് നടക്കുന്ന സുബ്രഹ്മണ്യാഹ്വാനത്തിൽ യജമാനൻ നിന്നുകൊണ്ടും പത്നി മറക്കുടയുമായി ഇരുന്നുമാണ് പങ്കുചേരുന്നത്. ഉപസത് ദിനങ്ങളിൽ പ്രവർഗ്യവും സുബ്രഹ്മണ്യാഹ്വാനവും മറ്റും ആവർത്തിച്ചു നടക്കുന്നു. അതിരാത്രത്തിലെ ഏറ്റവും പ്രധാന ക്രിയയാണ് 4-ാം നാൾ തുടങ്ങി 8-ാം നാൾ അവസാനിക്കുന്ന ശയനച്ചിതി അഥവാ ഗരുഡവേദി കെട്ടിപ്പടുക്കൽ. 1000 ഇഷ്ടികകൾ ഉപയോഗിച്ച് 5 നിലകളിലാണ് ഈ ചിതി പടുത്തുയർത്തുന്നത്. ഏറെ സങ്കീർണവും സൂക്ഷ്മവുമാണ് ചിതിപടുക്കൽ. ഇതിൽ ഓരോ ഇഷ്ടികയ്ക്കും കൃത്യമായ സ്ഥാനക്രമവും ആകൃതിയും മന്ത്രങ്ങളും കൽപ്പിച്ചിരിക്കുന്നു. ആദ്യം മഹാവേദി അളന്ന് ക്ലിപ്തപ്പെടുത്തി കുറ്റിയടിച്ച് സ്ഥലം സംസ്കരിക്കുന്നു. ഈ സമയം യജമാനനടക്കമുള്ളവരെല്ലാം ശാലയ്ക്ക് പുറത്തുപോകും. പകലിന്റെയും പ്രതിരൂപമായി വെളുത്ത കുതിരയെ തെക്കുവശത്തും കറുത്ത കുതിരയെ വടക്ക് വശത്തും നിർത്തുന്നു. ഈ കുതിരകളെ തലോടിയാണ് അധ്വരു ഇനിയുള്ള ക്രിയകൾ ചെയ്യുന്നത്.
ഇപ്പോൾ കുടിയേറ നടക്കുന്നത് ബലി അവമാനം സിദ്ധാർത്ഥയുടെ ആദ്യത്തെ സാമൂഹ്യമാണ് ബഹുമാനത്തിൽ ബലി ബഹുമാനത്തിൽ എന്ന് പറഞ്ഞാൽ ചിത്രീകരിക്കുന്ന ഇവിടെ വിഷ്ണുവിന്റെ തിരക്ക് ചോദിക്കപ്പെട്ട അവസരത്തിൽ അത് പൂർവ്വസ്ഥിതിയിലാക്കാൻ അശ്വീദേവന്മാരുടെ സഹായം ദേവന്മാർക്ക് വയ്ക്കുകയാണ്. ദേവന്മാർ ദേവങ്ങളോട് വിദഗ്ധന്മാരായ അശ്വീദേവകളോട് യജ്ഞപുരുഷനെ ചേർക്കാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അവർ പകരം ആവശ്യപ്പെട്ടത് യജ്ഞത്തിലെ സമയാധാരികളായ യജ്ഞത്തിലെ പങ്കാളിത്തം എന്തൊരു കാരണവശാൽ അശ്വീദേവകൾക്ക് നടത്തുന്നത്. അതുകൊണ്ടാണ് ബഹു പവമാന സ്തുതി എന്ന് തന്നെ പറയുന്നത്. അതോടുകൂടി ഈ സ്തുതി കേൾക്കുന്നതോടുകൂടി അശ്വീദേവകളുടെ പഠിത്തം ഇല്ലാതെയുണ്ടാവും. അവർ പൂർണ്ണ യോഗ്യന്മാരാവും. അതിൻ്റെ അവരെ യജ്ഞത്തിലേക്ക് വേദിയിലേക്ക് പ്രവേശിപ്പിക്കും. തുടർന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇത് അശ്വീദേവർക്ക് മാത്രമല്ല ഇവിടെ കൂടിയിരുന്ന എല്ലാവർക്കും ഈ സ്തുതി കേൾക്കുന്നത് കൊണ്ട് പരിശുദ്ധി ഉണ്ടാവും, മനഃശുദ്ധി ശരീരത്തിൽ എല്ലാം ഉണ്ടാവും. അത് ആ ഭഗവാനത്തിൽ കേൾക്കുന്നത് വളരെ നല്ലതാണ്. ആടാണ്. ഇവിടെ പ്രത്യക്ഷത്തിലുള്ള ആടിനെല്ലാം പശു അരിമാവ് കൊണ്ട് ആടിൻ്റെ രൂപം ഉണ്ടാക്കി ക്ഷേനുച്യുതി നിർമ്മിക്കുന്ന സ്ഥലത്തിന്റെ അതിർത്തിയിലേക്ക് അധ്വരു അമ്പ് ചെയ്യുന്നു. അമ്പ് തറയ്ക്കുന്ന സ്ഥലത്ത് ഓരോ കല്ല് അടയാളം വയ്ക്കും. ഈ കല്ലുകൾ വജ്രമാണെന്നാണ് സങ്കല്പം. 4 ദിക്കിൽ നിന്നും ഉണ്ടാകാനിടയുള്ള അസുരശല്യം
അമ്പുകൊണ്ടും വജ്രം കൊണ്ടും തടയുന്നു എന്നാണ് വിശ്വാസം. യജമാനൻ, പ്രതിപ്രസ്ഥാതൻ, അധ്വരു, ബ്രഹ്മൻ എന്നിവർ കൃഷ്ണാജിനം കൊണ്ടുള്ള ചെരിപ്പ് ധരിച്ചാണ് ഈ ക്രിയകൾ ചെയ്യുന്നത്. ശേനുചിതിയിൽ ആദ്യം സ്ഥാപിക്കുന്നത് ഐന്ദ്രി എന്ന ഇഷ്ടികയാണ്. ചിതിയുടെ വാൽഭാഗത്ത്, അതായത് തെക്കേ കോണിലാണ് ഐന്ദ്രിയുടെ സ്ഥാനം. യജമാനനും അധ്വരുവും ചേർന്ന് ഐന്ദ്രി മന്ത്രപൂർവം തൊട്ടുറപ്പിക്കുന്നു. പിന്നീട് മധ്യത്തിലുള്ള കുഴിയിൽ ദർഭക്കറ്റ വെച്ച് അഗ്നി എന്ന് സങ്കല്പിച്ച് ആഹൂതികൾ ചെയ്യുന്നു. തുടർന്ന് ചിതിയുടെ തെക്കു പടിഞ്ഞാറ് നഖത്തിന്റെ സ്ഥാനത്ത് വിഭക്തി എന്ന ഇഷ്ടിക കൂടി വെച്ച ശേഷം ചിതിയുടെ സ്ഥലം ഉഴുതുമറിക്കുന്നു. ഈ മണ്ണിലാണ് അധ്വരു സർവ്വ ഔഷധ പാത്രത്തിൽ നിന്ന് എടുത്ത 14 വിത്തുകൾ നെയ്യും തൈരും ചേർത്ത് വിതയ്ക്കുന്നത്. ശ്രമകരമായ ചിതിപ്പടവ് നിർവഹിക്കുമ്പോൾ അധ്വരുവിനെയും യജമാനെയും സഹായിക്കാൻ അവിദ്വാൻ എന്ന കാർമ്മികൻ കൂടി പങ്കുചേരുന്നു. ചിതിയുടെ 1-ാം നിര പടവിനിടയിൽ ദർഭ, കറുക, പുല്ല്, പാൽ, നെയ്യ്, തേൻ, തൈര്, കുംഭൻ, കുംഭി എന്നീ പാത്രങ്ങൾ, ബൃഹസ്പതിക്കുള്ള ഹവിസ്, സ്വർണം കൊണ്ടുള്ള ഹിരൺമയ പുരുഷൻ, താമരയില, ആമ, പഞ്ചശിരസ്, സർവ ഔഷധം, ഉഗ, ഉരൽ, ഉലയ്ക്ക എന്നിവ നിക്ഷേപിക്കുന്നു. ഇതിൽ പഞ്ചശിരസ് സ്ഥാപിക്കുമ്പോൾ ഉണ്ടാകുന്ന ശ്മശാനാവസ്ഥ പരിഹരിക്കാനാണ് മരത്തിൽ നിർമ്മിച്ച ആമയെ വെക്കുന്നത്. ഇതിൽ ഹിരൺമയ പുരുഷന് മുകളിൽ വെക്കുന്ന സ്വയമാതൃണ്ണ എന്ന ചരൽക്കല്ല് ഭാരതപ്പുഴയുടെ ആഴമേറിയ സ്ഥലത്തു നിന്നും ലഭിക്കുന്ന കോഴിപ്പരലാണ്. ചിതിയുടെ 1-ാമത്തെയും 3-ാമത്തെയും 5-ാമത്തെയും പടവിന്റെ ഹൃദയഭാഗത്ത് ഭൂമിയുടെയും അന്തരീക്ഷത്തിന്റെയും സ്വർഗത്തിന്റെയും പ്രതിനിധി എന്ന നിലയിൽ സ്വയമാതൃണ്ണ സ്ഥാപിക്കുന്നുണ്ട്.
മത്സര മത്സരവും അതോടനുബന്ധിച്ചുള്ള പ്രഭാഷണം നടന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചയ്ക്കും പ്രാധാന്യങ്ങളുടെ പഠനത്തോടെയാണ് തോമ തിരിയുക എന്നാണ് ആദ്യമായി പറയുന്നത്. തോമയെല്ലാം തോമ ദീർഘായുത്വായ ശതശാരദായ പ്രതിഗൃഹാമി മഹതേ വീര്യായ സ്വാഹ.
ऋषीके सोमो राजामसखायं निषेधात् स्वाहा इदं व्यासो अग्निना दत्तमादाद्यसो भर्गस्तः ओजो बलं च दीर्घायुत्वाय शतशारदाय प्रतिगृह्णामि महते वीर्याय स्वाहा അതിരാത്രത്തിൽ ചിതി തയ്യാറാക്കുമ്പോൾ പ്രധാന ഇഷ്ടികകൾക്ക് പ്രത്യേകം പേരുകളുണ്ട്. ഇവ മന്ത്രപൂർവമായാണ് സ്ഥാപിക്കുന്നത്. ഇതിൽ മന്ത്രമില്ലാതെ ഇടയ്ക്ക് ഉപയോഗിക്കുന്ന ഇഷ്ടികകളാണ് ലോകം പ്രണ. 5-ാം ദിവസം 2-ാം നിര പടവ് തയ്യാറാക്കുന്നു. ഇതിൽ വൃഷ്ടിശനി എന്ന 5 ഇഷ്ടികകൾ പടുക്കുന്നത് വളരെ പ്രത്യേകതകളോടെയാണ്. ഇവയിൽ ഓരോന്നും യഥാസ്ഥാനത്ത് നിന്നും എടുത്ത് ചുമലിൽ വെച്ചുകൊണ്ട് ചിതിയെ പ്രദക്ഷിണം ചെയ്ത് അതേ സ്ഥാനത്ത് തന്നെ വെക്കുന്നു. പ്രദക്ഷിണം ചെയ്യുമ്പോൾ അധ്വരു ഇഷ്ടിക സ്പർശിച്ച് പിറകെ നടക്കും. മഴയോട് ബന്ധപ്പെട്ട മന്ത്രങ്ങളാണ് വൃഷ്ടിശനി സ്ഥാപിക്കുമ്പോൾ ചൊല്ലുന്നത്. 6-ാം ദിവസം ശേനച്യുതിയുടെ 3-ാം നിര പടവാണ് പൂർത്തീകരിക്കുന്നത്. വലത് ചിറകിന്റെ അറ്റത്ത് വിഭക്തി എന്ന ഇഷ്ടിക പടുത്താണ് ആരംഭം. ഈ ഇഷ്ടിക പടുത്ത ശേഷം അധ്വരു 3 ദ്വാരമുള്ള സ്വയമാതൃണ വെളുത്ത കുതിരയെ കൊണ്ട് മണപ്പിക്കുന്നു. അധ്വരുവും യജമാനനും അവിദ്വാനും ചേർന്നിരുന്നാണ് 3-ാം നിര പടുക്കുന്നത്. 7-ാം ദിവസം 4-ാം നിര പടവും നടക്കുന്നു. ഗരുഡചിതിയുടെ 5-ാം നില പടവ് ആരംഭിക്കുന്നത് 1ഉം 3ഉം നില പടവുകൾ പോലെ ചിതിയുടെ വലത്തേ ചിറകിന്റെ അറ്റത്തു നിന്നാണ്. 1-ാമത്തെ ഇഷ്ടിക വിഭക്തി 2 മുതൽ 8 വരെ സ്കന്ധികൾ എന്നു തുടങ്ങി 205-ാമത്തെ ഇഷ്ടികയായ ചെവിയില്ലാത്ത സ്ത്രീരൂപം ആലേഖനം ചെയ്ത വികർണി വരെ. ഇതിൽ 176 മുതൽ 180 വരെയുള്ള ഋതുനാമങ്ങൾ എന്ന ഇഷ്ടികകൾ ഉറപ്പിക്കുന്നത് 118 സ്വയമാതൃണകൾ കൊണ്ടാണ്. ചിതിയുടെ ആത്മാവായ മധ്യഭാഗത്തിലെ ചതുരത്തിൽ സ്വയമാതൃണകൾ വെച്ചാണ് ഇഷ്ടികകൾ ഉറപ്പിക്കുന്നത്. ഇതിനു മുൻപ് പ്ലാശിലകൾ കൊണ്ട് ചിതി തൂത്ത് വൃത്തിയാക്കുന്നു. 4 സ്വയമാതൃണകൾ ഓരോ വശത്തിന്റെയും മധ്യത്തിൽ സ്ഥാപിക്കുന്നു. തുടർന്ന് അധ്വരു 5 ദ്വാരമുള്ള സ്വയമാതൃണ കുതിരയെ കൊണ്ട് മണപ്പിച്ച് അവിദ്വാനോടും യജമാനനോടും കൂടി ചേർന്ന് മന്ത്രം ചൊല്ലുന്നു. തുടർന്ന് പൊൻപണം കൊടുക്കുന്ന അവിദ്വാന് യജമാനൻ ദക്ഷിണ നൽകും. അവിദ്വാൻ യാത്രയായ ശേഷമാണ് മണ്ഡലം, രേതസികം, വികർണി എന്നീ ഇഷ്ടികകൾ കൂടി പടുത്ത് ഗരുഡവേദി പൂർത്തീകരിക്കുന്നത്. അധ്വരു 1000 പൊൻതരികളിൽ 200 എണ്ണം വീതം പകുത്തെടുത്ത് കൈക്കുമ്പിളിലെ വെള്ളത്തിലിട്ട് ചിതിയുടെ 4 കോണിലും മധ്യത്തിലും തളിക്കുന്നു. ഇതാണ് സാഹസ്രപോക്ഷണം എന്ന ക്രിയ. ഇതിനുശേഷം യജമാനൻ വായുകോണിൽ തൊഴുതു നിന്ന് ഇവിടെ പടുത്ത ഇഷ്ടികകൾ പരലോകത്ത് ആശയാകുന്ന പാൽ ചുരത്തുന്ന കോടാനുകൂടി കാമധേനുക്കളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാണ് ഇഷ്ടകാധേനുകരണം. തുടർന്ന് സാധാരണ നടത്തുന്ന ഇരട്ടശ്രുവ ഹോമം വടിയിൽ ശ്രുവം കെട്ടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ചിതിയിലെ ഓരോ ഇഷ്ടികയ്ക്കും അതാത് സ്ഥാനങ്ങളുണ്ട്. വിധിയാവണ്ണം പടുത്ത ശേനച്ചിതിയുടെ ഊഷ്മാവ് വളരെ ഉയർന്നതായിരിക്കും. ശക്തിതരംഗങ്ങളും ചൂടും മൂലം ഇപ്പോൾ ചിതിയിൽ കയറി തുടർക്രിയകൾ സാധ്യമാവുകയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചിതിയെ തണുപ്പിച്ചേ മതിയാകൂ. ഇനിയുള്ള ക്രിയകൾ ചിതിയെ തണുപ്പിച്ച് ശാന്തമാക്കാനുള്ളതാണ്. ക്ഷീരധാര നടക്കുകയാണ്. ശ്രീരുദ്രനെ സ്തുതിച്ച് ചിതിയിൽ ആട്ടിൻപാൽ ധാര ചെയ്യുന്ന ക്രിയയാണിത്. ചിതിയുടെ ഇടത്തെ പക്ഷത്തെ ചിറകിന്റെ പടിഞ്ഞാറേ ഇഷ്ടികയിലാണ് ആദ്യം ധാര. അധ്വരു തെക്കുഭാഗത്ത് വടക്കോട്ട് അഭിമുഖമായി നിൽക്കുന്നു. കൈക്കുമ്പിളിൽ ചേർത്ത് പിടിച്ച എരിക്കില കുമ്പിളിലേക്ക് പ്രതിപ്രസ്ഥാതൻ ആട്ടിൻപാൽ മൺകിണ്ടി കൊണ്ട് പകരുന്നു. ഈ പാൽ ധാര മുറിയാതെ ചിറകിൽ തന്നെ പതിക്കണം. അധ്വരു മുഖത്തോളം കൈ ഉയർത്തിയാണ് ധാര തുടങ്ങുന്നത്. പിന്നെ നാഭി ഉയരത്തിലും കുനിഞ്ഞു മുട്ടുയരത്തിലും പിന്നെയും കുനിഞ്ഞ്
പാദത്തിന്റെ ഉയരത്തിലും ക്ഷീരധാര ചെയ്യുന്നു. 5 ഇടങ്ങഴി ആട്ടിൻപാൽ ഉപയോഗിച്ചാണ് ക്ഷീരധാര. ദൈർഘ്യമേറിയ ഈ ക്രിയ ഘട്ടം ഘട്ടമായി അധുരു സ്ഥാനം മാറി വിവിധ ദിശകളിലേക്ക് തിരിഞ്ഞു നിന്നാണ് നിർവഹിക്കുന്നത്. ഈ സമയം യജമാനൻ ശാലയുടെ തെക്കുഭാഗത്ത് പ്രാർത്ഥനയോടെ നിൽക്കും. ക്ഷീരധാരയ്ക്ക് ശേഷം അധുരു വേവിച്ച അരി ചിതിയിൽ വിതറുന്നു. തുടർന്ന് യജമാനൻ അമ്പും വില്ലുമേന്തി ചിതിയെ പ്രദക്ഷിണം ചെയ്യുന്നു. പിന്നീട് അധുരു വടിയിൽ കെട്ടിയ ദർഭ, അവക, തവള, ആറ്റുവഞ്ചി എന്നിവ മന്ത്രപൂർവം ചിതിയുടെ 4 ദിക്കിലും തൊട്ടുവലിക്കുന്നു. സർപ്പാഹൂതി മന്ത്രങ്ങൾ ചൊല്ലി ഹോമങ്ങൾ കൂടി നടത്തുന്നതോടെ രൗദ്ര തേജസ് കുറഞ്ഞ് ചിതി ശാന്തമാകുന്നു എന്നാണ് സങ്കല്പം. അതിരാത്രത്തിന്റെ 4-ാം നാൾ ആരംഭിച്ച് 2 നേരം ആവർത്തിച്ചിരുന്ന പ്രവർഗ്യോപസത്തുക്കളും സുബ്രഹ്മണ്യ ഹവനവും 9-ാം ദിവസം അവസാനിക്കുന്നു. പ്രവർഗ്യാനന്തരം പ്രവർഗ്യത്തിനുപയോഗിച്ച സാമഗ്രികൾ ഗരുഡവേദിയുടെ കിഴക്കേ അറ്റത്ത് ഒരു പുരുഷ രൂപത്തിൽ വിന്യസിക്കുന്നു. ഇതാണ് ഘർമ്മപുരുഷൻ. ഇതിനുശേഷം ഹൃത്തിക്കുകൾ അഗ്നീന്ദ്രിയത്തിലിരുന്ന് ശാന്തിമന്ത്രം ചൊല്ലുന്നു. ഇതാണ് ഘർമ്മോദ്വാസനം എന്ന ക്രിയ. പിന്നീട് യജമാനൻ പടിഞ്ഞാറേ ശാലയിലെത്തി ഗാർഹപത്യം ചിതിയിൽ നിന്നും അഗ്നി മൺപാത്രത്തിൽ ശേഖരിച്ച് കിഴക്കേ വാതിലിലൂടെ പുറത്തു കടന്ന് അഗ്നീന്ദ്രിയത്തിലെത്തുന്നു. അവിടെ വെച്ച് മന്ത്രം ചൊല്ലി അഗ്നിപാത്രമെടുത്ത് ചിതിക്ക് സമീപമെത്തും. അധുരു ഘർമ്മപുരുഷനെ വലം വെച്ച് കിഴക്ക് ചിതി മധ്യത്തിൽ നിന്ന് പടിഞ്ഞാട്ട് അഗ്നിപാത്രം കമിഴ്ത്തുന്നു. ഈ വിന്യസിക്കുന്ന അഗ്നിയിലാണ് പിന്നീട് ഹോമങ്ങൾ നടക്കുന്നത്. ഈ ക്രിയയെയാണ് അഗ്നിപ്രണയനം എന്ന് പറയുന്നത്. ഇനി വസോർധാരയാണ്. 4.5 അടി നീളത്തിൽ ഒരറ്റം മരിക പോലെയും മറ്റേ അറ്റം ജുഹു പോലെയുമുള്ള അത്തിമരത്തിൽ തീർത്ത ഉപകരണമാണ് പ്രസേകം. ഒരറ്റം തീയിൽ വരത്തക്കവണ്ണം മുളന്തണ്ടുകൾ കൊണ്ട് പ്രസേകം ഉയർത്തി ഉറപ്പിക്കുന്നു. ഈ പ്രസേകത്തിലൂടെ നെയ്യ് പകർന്നു ചെയ്യുന്ന ക്രിയയാണ് വസോർധാര. യജുർവേദത്തിലെ അഗ്നാവിഷ്ണു സജോഷസ എന്ന ചമകം 11 അനുവാകവും ചൊല്ലിയാണ് വസോർധാര ചെയ്യുന്നത്. ഇടമുറിയാതെ ഇങ്ങനെ നെയ്യ് അഗ്നിയിൽ ഹോമിക്കുമ്പോൾ ജീവിതത്തിൽ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ യശസ്സുകളും നിലയ്ക്കാതെ വന്നു ചേരും എന്നാണ് സങ്കല്പം. ഈ ഹോമത്തിനു ശേഷം പ്രസേകവും അഗ്നിക്ക് സമർപ്പിക്കുന്നു. ഹവിർധാന നിർമ്മാണമാണ് അടുത്തതായി നടക്കുന്നത്. അധുരുവും പ്രതിപ്രസ്ഥാദനം ചേർന്ന് തേക്കുതടിയിൽ നിർമ്മിച്ച ചാടുകൾ ഹവിർധാനത്തിന്റെ തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും സ്ഥാപിക്കുന്നു. 2 ചക്രങ്ങളും മുക്കുനിയും ഉള്ള വണ്ടികളാണ് ചാടുകൾ. ഹവിർധാനം എന്ന പുര മന്ത്രപൂർവം ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ സദസ്സിന്റെ മധ്യത്തിൽ അത്തിമരത്തിൽ തീർത്ത തൂണ് സ്ഥാപിക്കുന്നു. ഈ തൂണിൽ ദർഭക്കയറുകൊണ്ട് 28 തവണ ചുറ്റുന്നു. 28 സ്തുതികളാണ് ഇവിടെ ചൊല്ലുന്നത്. ഓരോ സ്തുതി കഴിയുമ്പോഴും ദർഭപ്പുല്ലുകൊണ്ട് ഈ കയറിൽ അടയാളം വയ്ക്കുന്നു. പിന്നീട് മറ്റു ശാലാഭാഗങ്ങളും അധുരു പണിതൊരുക്കുന്നു. യാഗക്രിയകൾ നടക്കുന്ന ഹവിർധാനം, ഉത്തരവേദി, സദസ്സ് എന്നീ എല്ലാ ഭാഗങ്ങളും പ്രത്യക്ഷമായി നിർമ്മിച്ചതാണെങ്കിലും ക്രിയാംഗമായി അധുരു ഇപ്പോൾ ഉണ്ടാക്കുന്നതായാണ് സങ്കല്പം. പിന്നീട് ധിഷ്ണ്യങ്ങൾ സ്ഥാപിക്കുന്നു. ഹോമത്തിനുള്ള ഇഷ്ടിക കൊണ്ടുള്ള പീഠമാണ് ധിഷ്ണ്യം. 8 ധിഷ്ണ്യങ്ങളിൽ 6 എണ്ണം സദസ്സിലും ഓരോന്ന് വീതം അഗ്നേന്ദ്രിയത്തിലും മാർജാലീയത്തിലും സ്ഥാപിക്കുന്നു. തുടർന്ന് മഹാവേദി മുഴുവൻ ദർഭപ്പുല്ല് വിരിക്കുന്നു. യജ്ഞത്തിനെത്തുന്ന ഇന്ദ്രാദി ദേവതകൾക്കാണ് ഈ വേദിയൊരുക്കൽ. ഈ സമയം അധുരു സദസ്സിനും ഹവിർധാനത്തിനും ഇടയിൽ നിന്നുകൊണ്ടാണ് പ്രൈഷം ചൊല്ലുന്നത്. അഗ്നേന്ദ്രിയത്തിലേക്കുള്ള തീയും സോമയും പശ്വാലംബനത്തിന് ആവശ്യമായ പാത്രങ്ങളും ശ്രുവങ്ങളും മറ്റും പടിഞ്ഞാറേ ശാലയിൽ നിന്ന് കൊണ്ടുവരുന്നു. അധുരു തലയിൽ കെട്ടിയ വസ്ത്രത്തിന്റെ ബാക്കി ഭാഗം കൊണ്ട് പത്നി യജമാനന്മാരും മറ്റും ശിരസ്സു മറച്ചാണ് ഈ ക്രിയയിൽ വരിവരിയായി നടക്കുന്നത്. അഗ്നി അഗ്നീന്ദ്രിയത്തിലും സോമചാടിന്മേലും ശ്രുവങ്ങൾ ചിതിക്ക് മുകളിലും വയ്ക്കുന്നു. ഈ പ്രക്രിയയെയാണ് അഗ്നിശോമ പ്രണയനം എന്ന് പറയുന്നത്. ഇതിനുശേഷം യജമാനൻ അവാന്തര ദീക്ഷ അവസാനിപ്പിക്കുന്നു. പിന്നീട് യൂപം സ്ഥാപിക്കുന്നു. ചെത്തിമിനുക്കി നെയ്യ് പുരട്ടി സൂക്ഷിച്ച യൂപം മന്ത്രപൂർവം കിഴക്കേ അറ്റത്ത് മഹാവേദിയുടെ മധ്യസൂത്രത്തിൽ പകുതി വേദിയിലും പകുതി പുറത്തുമായാണ് സ്ഥാപിച്ചു നിർത്തുന്നത്. വപാഹോമമാണ് അടുത്തത്. മൃഗബലി നിരോധിച്ചതോടെ അരിമാവ് കൊണ്ടുള്ള പിഷ്ടപശുവിനെയാണ് പകരമായി ഹോമിക്കുന്നത്. 1975 നടന്ന പാഞ്ഞാൾ അതിരാത്രത്തോടെയാണ് യജ്ഞമൃഗത്തിന് പകരം പിഷ്ടപശു ആകാമെന്നും വപയ്ക്ക് പകരം അരിമാവ് കൊണ്ടുള്ള പ്രത്യേക രൂപത്തിലുള്ള അടയാകാമെന്നും തീരുമാനിച്ചത്.
അതിരാത്രത്തിലെ പ്രധാന ഹോമങ്ങളിൽ ഒന്നാണ് വപാഹോമം. 10-ാം ദിവസം തുടങ്ങുന്ന ക്രിയകൾ ഇടതടവില്ലാതെ തുടരും. ഈ ക്രിയകളെ പ്രാതഃസവനം, മാധ്യമ സവനം, തൃതീയ സവനം എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. പ്രാതഃസവനം ആരംഭിക്കുന്നതിന് മുൻപാണ് ഉപാംശു ഹോമം. സോമ ഇടിച്ചു പിഴിയാൻ ആവശ്യമായ 5 കുടം വെള്ളം മൺകുടങ്ങളിൽ ശേഖരിച്ചു കൊണ്ടുവരുന്നു. ഹവിർദാന മണ്ഡപത്തിൽ ഉപരവത്തിന് മുകളിൽ മരപ്പലകയിൽ വിരിച്ച കാളത്തോലിൽ വെച്ചാണ് സോമ ഇടിച്ച് നീരെടുക്കുന്നത്. ഈ സോമരസം ദശാപവിത്രത്തിലൂടെ അരിച്ചെടുക്കും. അരിച്ചെടുത്ത സോമം ദ്രോണകലശം എന്ന മരപാത്രത്തിലും മറ്റു 2 മൺപാത്രത്തിലും സൂക്ഷിച്ചു വയ്ക്കും. ഈ സോമരസം ഉപാംശു പാത്രത്തിലാക്കിയാണ് സോമാഹൂതി ചെയ്യുന്നത്. 10-ാം ഉദയത്തിനു മുമ്പുള്ള ബ്രാഹ്മമുഹൂർത്തത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ ചെമ്പഴുക്ക നിറം പടരുന്ന സമയത്താണ് ഉപാംശു ഹോമം എന്ന ആദ്യ സോമാഹൂതി. തുടർന്ന് സൂര്യോദയത്തിനു ശേഷം 2ാമത് സോമാഹൂതിയായ അന്തര്യാമവും നടത്തുന്നു. അധുരു, യജമാനൻ, ബ്രഹ്മൻ, പ്രതിപ്രസ്ഥാതൻ, പ്രസ്തോദൻ, ഉദ്ഗാതൻ, പ്രതിഹാരി എന്നിവർ ഇരുന്നു നീങ്ങി ഗരുഡവേദിയിൽ നെയ്യ് ഹോമിക്കുന്നു. ഇതിനുശേഷം ഇതേ അവസ്ഥയിൽ തന്നെ ശാല പുറത്ത് ഉപവിഷ്ടരാകുന്നു. ബഹിഷ്പവമാന സ്തുതി ആലപിക്കാൻ വേണ്ടിയാണിത്. ബഹിഷ്പവമാന സ്തുതി എന്നാൽ പവിത്രമാക്കുന്ന മന്ത്രം